ഹലോ ഗായ്സ്, വ്ലോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല എനർജിയിലാണ് കേട്ടോ. കാരണം മഞ്ഞുമലയൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ അങ്ങോട്ടാണ് പോണത്, സോനാൻമാർഗിലേക്ക്. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. മഞ്ഞുരുക്കി തന്നെ വെള്ളമാണിത്. ഈ നദിയുടെ പേര് സിന്ധു എന്നാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. പുള്ളിക്കാരനും ജോയ്സിനോട് അവിടെ സംസാരിച്ച് നിൽക്കണേണ്. നമ്മുടെ 4ാമത്തെ ദിവസം ഉണ്ടോ യാത്രയുടെ. നമ്മൾ ഡൽഹി ആംബലയിൽ നിന്ന് ജമ്മു എത്തി. ജമ്മുന്ന് ശ്രീനഗർ എത്തി. ശ്രീനഗറിൽ നിന്ന് സോനാൻമാർഗിലോട്ടുള്ള റൂട്ടിലാണ്. നമ്മൾ NH1 ഹൈവേയിലാണ് ഉള്ളത്. ഒരു 60 കിലോമീറ്ററാണ് ശ്രീനഗറിൽ നിന്ന് സോനാൻമാർഗ് എത്താനുള്ളത്. നമ്മൾ രാവിലെ ഡാലിലേക്ക് പോയി അവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഇത്തിരി വൈകി പോയി. അല്ലെങ്കിൽ നമുക്ക് ഗുൽമാർഗും കൂടി കാണാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ സോനാൻമാർഗിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ക്ലൈമറ്റും അതിലെ നല്ല അടിപൊളി ഹൈവേ ആണ് കേട്ടോ. മഞ്ഞുമല അത് കൂടി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകും തോറും. സമയം ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ദിവസം ഫുഡ് അടി തുടങ്ങി. രാവിലെ കഴിച്ചിട്ടുണ്ടായാലൊന്നും. രാവിലെ ഡാലിലേക്ക് പോയി വന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. കാരണം സോനാൻമാർഗ് ലേറ്റ് ആകണ്ടല്ലാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരു പ്ലേറ്റിന് 200 രൂപ അവർ ചാർജ് ചെയ്യണം. നമുക്ക് ഇത് രാജ്മയാണ് കേട്ടോ. രാജ്മ ടേസ്റ്റ് ചെയ്ത് നോക്ക്, കഴിച്ചോളാം. എക്സ്ട്രാ പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞ് തന്നതാണ്. ജോയ്സ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ജോയ്സൻ ലെഗിൻ്റെ പീസൊക്കെ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കണേണ്ട. കണ്ടാൽ അറിയാം ഒട്ടും വിഷമില്ലെന്ന്. എങ്ങനെയുണ്ട് ജോയ്സ? അടിപൊളി. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ പുള്ളിയുടെ ഫുഡ് കടയിൽ നിന്ന് ഉണ്ട്. അതാണ് കട. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇവിടെ വാലി കണ്ടപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നമ്മുടെ കൂടെ നമ്മളെ കാണിക്കാൻ വന്നതാണ്. ജോയ്സ് കയറിക്കോ. ഇനി അപ്പോൾ സോനാൻമാർഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ. ഈ വ്യൂ ഒന്ന് നോക്കി, അടിപൊളി. അവിടെ മഞ്ഞുമല, ഇവിടെ മലയിലേയും കാടും നിറഞ്ഞിരിക്കണേ. അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. താമസമുള്ള കുറേ വീടുകളുണ്ട്. വില്ലേജ് ആയിരിക്കും അത്. അതുപോലെ ഈ വാലി പോണമൊക്കെ നമ്മുടെ വയ്യ പറഞ്ഞു തന്നത് സിന്ധു എന്നാണ് ഈ വാലിയുടെ പേര്. നമ്മൾ ഈ വാലിയിൽ ഒഴുകി പോണ സ്ഥലത്താണ് നമ്മൾ ആദ്യം പോയി നിന്ന് സംസാരിച്ചത്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് മഞ്ഞുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. അടിപൊളി. സോനാൻമാർഗ് എന്തായാലും മഞ്ഞുണ്ടാവും. അവിടെ നിന്ന് സോസിൽ കയറുമ്പോൾ നമ്മുടെ തലക്ക് മീതെ മഞ്ഞുണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. നല്ല അടിപൊളി റൂട്ട്. NH1 വെറുതെ പൊളിച്ച് പണിതിട്ടേക്കാൻ. പൊളി. NH1 വെറുതെ കിട്ടിയതാണ് കേട്ടോ. മഞ്ഞുമല നോക്കിയേ, എന്താ തൂവെള്ള കളറ്. അടിപൊളി. കിടിലൻ വ്യൂ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഹിമാലയം പോകണ്ട കേട്ടോ. ഈ റൈഡ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു ഹിമാലയം കാണുന്നത്. മഞ്ഞ് കൂടി വന്നിട്ടുണ്ട് മക്കളെ. പോലെ ഇറങ്ങുവാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് ഗൻഗീർ എന്നാണ്. അതിനൊരു 10-15 കിലോമീറ്ററും കൂടി ഉള്ളതെന്നാണ് പറഞ്ഞത് സോനാൻമാർഗിലോട്ട്. അങ്ങനെ മലയാളികൾ ആരെയും കണ്ടില്ല. ഈ സീസണിൽ നമ്മളാണ് ഫസ്റ്റ് ഡേ പോകുന്നത് തോന്നുന്നത്. നമ്മളെ സോസിലെ പാസ് സോനാൻമാർഗിലോട്ടുള്ള റൂട്ടിലാണ് 10 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ സോനാൻമാർഗ് എത്തുന്നതിനുള്ള ഒരു വില്ലേജ് ആണ് ഗൻഗീർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. വണ്ടിയിൽ കാണിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ടെമ്പറേച്ചർ 35 ആയിരുന്നു. പെട്ടെന്ന് 27-ലേക്കായി. അതിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റുമുണ്ട്. നൈസായിട്ട് ചെറിയ പൊടിമഴ പോലെ വന്നായിരുന്നു. ഭാഗ്യം അത് മാറി. Is it more
ടണൽ പണിയാണെന്ന് തോന്നുന്നു. സോസില പാസ് മാറ്റോ ഇനി ഈ ടണൽ വഴി പോകേണ്ടി വരുമോ? അതായത് നമുക്ക് സോസില പാസ് വഴി നാളെ ലേയിലേക്ക് പോവാം. സോസില പാസ് നല്ല കിടിലം വ്യൂ കേട്ടാ. ഇങ്ങനെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുവാണ് ഗായ്സ്. അതേ അടുത്ത ബോർഡ് കണ്ടട്ടാ. ലേ 354, കാർഗിൽ 128, ഡ്രാസ് 71. സോണംമാർഗ് 9 കിലോമീറ്റർ കൂടി അല്ലട്ടാ. ഓ വണ്ടർഫുൾ. അവിടെയൊക്കെ നിറച്ച് കോടയുണ്ടാ. മഴ പെയ്ത് തുടങ്ങണുണ്ട്. പണി കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. Baltal base camp 25 kilometers. If I am the earth, you are the earth. The earth is dying, you are ഫുള്ള് വായിക്കാൻ പറ്റിയില്ല. ഓ മഞ്ഞുമലയുടെ അടുത്തോട്ട് പോവുകയാണ് ഗായ്സ് നമ്മൾ. കിടിലൻ റൂട്ടാ, അടിപൊളി. ഇവിടെ നല്ല ടണലിൻ്റെ പണി ഹെവി ആയിട്ട് നടക്കണുണ്ട് കേട്ടോ. മോർ ടണൽ എന്ന് പറഞ്ഞാണ് അവിടെ ബോർഡ് എഴുതി വെച്ചത്. എന്തായാലും നല്ല കിടിലം പണിയായിട്ട് നടക്കണത്. അത് കണ്ട ആ വെള്ളച്ചാട്ടം, മഞ്ഞുരുകി തന്നെ വെള്ളച്ചാട്ടം ഉണ്ടത്. ആ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി നമ്മുടെ വാലിയിലോട്ട് വന്നെ. ഗായ് മഞ്ഞ് തൊടാൻ പോവാണ് ഗായ്സ്. അടിയിൽ മഞ്ഞ് കിടപ്പുണ്ട്. പൊളി പൊളി. നമ്മ മഞ്ഞ് തൊട്ടിട്ടേ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്ര പോകുന്നുള്ളൂ. ഇറങ്ങി മഞ്ഞാളത്. ആ വെള്ളക്കല്ലാണെന്ന് വിചാരിച്ച. ഒന്ന് തൊട്ട് നോക്കട്ടെ. ആ അടിപൊളി. അത് നല്ല നോക്കി എടുക്കണ. എങ്ങനെയുണ്ട്? അടിപൊളി. മഞ്ഞുരുകി തന്നെ വെള്ളം ഉണ്ടത്. വെള്ളച്ചാട്ടമായിട്ട് അവിടെ നിന്ന് അടിയിലോട്ട് നേരെ ഈ വെള്ളത്തിലോട്ട് ചേരും. അതേ മഞ്ഞുരുകി തുള്ളി തുള്ളി വെള്ളമായിട്ട് വീഴണേട്ടാ. ഓ എന്തായാലും നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്വപ്നയാത്രയിൽ ഫസ്റ്റായിട്ട് മഞ്ഞ് തൊട്ട് നമ്മൾ സോൺമാർഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ അടിപൊളി. ഇവിടെയൊക്കെ നിലത്ത് കിടപ്പുണ്ടട്ടാ. മലയുടെ മുകളിലൊക്കെ മറ്റു പ്യുവർ വൈറ്റ് മഞ്ഞാണ്ട കിടക്കണത്. നമുക്കതുപോലെ വൈറ്റ് മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മളിപ്പോൾ നിർത്തിയ സ്ഥലത്ത് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയി. കാരണം സ്നോഫോൾ കഴിയുമ്പോൾ മെൽറ്റായി മുകളിൽ അഴുക്കൊക്കെ വീണു. പിന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, വണ്ടി പോണല്ലേ. അതേ മഞ്ഞ് കിടക്കാൻ മേളിൽ നിന്ന് ഒരുക്കി വന്നെ മഞ്ഞാണ്ട് ഇതൊക്കെ. മേളിലത്തെ മഞ്ഞ കണ്ട പ്യുവർ വൈറ്റ് കേട്ടാ. ഇവിടെ മഞ്ഞ് ഉരുകി പഴയ മഞ്ഞിൻ്റെ മേളിലോട്ടൊക്കെ കയറി അങ്ങനെ അഴുക്കായി കിടക്കണ്ടേ മഞ്ഞ്. നമ്മുടെ ഹൈറ്റിൻ്റെ മേളിലുണ്ടട്ടെ ഈ മഞ്ഞ്. ഓഫ് ഇതൊക്കെ മഞ്ഞാലത്ത് അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കോട്ടെ ഈ റൂട്ട്. ഇതിൻ്റെ ഡബിൾ ഉണ്ടാവുമെന്നാണ് സോസിലയിൽ ആൾക്കാർ പറഞ്ഞത്. ഓ ഇത് നോക്കേ എന്താ രസം പൊന്നു മോനെ. അടി പൊളിയേട്ടാ, കിട്ടിയില്ല റൂട്ട്. ഈ മലയുടെ ഷേപ്പൊക്കെ നോക്കിയാൽ പാറക്കലൊക്കെ കണ്ടിട്ട് പേടിയാണ്. മേളിൽ നിന്ന് വല്ലതും വീഴോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ചുമ്മാ പറഞ്ഞെന്നുള്ളു. ഓ ഇനി അങ്ങോട്ട് മഞ്ഞിൻ്റെ കളിയായിരിക്കോട്ടാ. തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഓ പൊളി പൊളി.
ജോയ്സ എങ്ങനെയുണ്ട്? എന്റെ മുന്നേ എന്ത് റൂട്ടാണ് ദൈവമേ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കണേണ്ട. അതെ, ഇതൊക്കെ മഞ്ഞാണ് ഇവിടെ കിടക്കണത്. അതല്ലേ നമ്മുടെ ആ മലയുടെ പാറക്കല്ലിൻ്റെയൊക്കെ ഷേപ്പ് വേണ്ട, അതൊക്കെ കുത്തിപ്പൊളിച്ചായിരിക്കും ഈ റോഡൊക്കെ ഉണ്ടാക്കിയത്. ഓ പൊളി. 25 ഇപ്പോൾ 25, 26 ഇപ്പോൾ 25 ഓ നല്ല പോലെ തണുക്കണുണ്ട് ദൈവമേ. കിട്ടില്ല വ്യൂ കേട്ടാ, സൂപ്പർ വ്യൂ. ഈ മലയും ആ മഞ്ഞുമലയും ഈ സൈഡിൽ കിടക്കണ മഞ്ഞുമലയൊക്കെ വേറെ കിട്ടിയില്ലേ. വാലി ഇങ്ങനെ ഒഴുകണം നോക്കി. ഈ മഞ്ഞ് ഉരുക്കി ഉരുക്കിണ്ടായിരുന്നു, അത് വെള്ളം തന്നെ. സാഹസികം വേണ്ട. സോനമാർഗ് വെറും 4 കിലോമീറ്ററും കൂടി കേട്ടാ. ലേ 349. നമുക്ക് നാളെയാണ് നമ്മൾ ലേ പോകണം കേട്ടോ. ഇവിടെ എന്താണ് സംഭവം? എന്ത് പറ്റിക്കലാണെന്നാവോ. പോലീസുകാർ വണ്ടി ചെക്ക് ചെയ്യാണ്. ഹായ് സേ, വെൽക്കം ടു സോണങ്മാർഗ്. പൊളി പൊളി. അതിൽ റോഡ് പണി നടക്കണേ, നമുക്ക് ഈ വഴിയാണ്ടാ പോകേണ്ടത്. നല്ല വല്ല റോഡ് പണി നടക്കണേ കേട്ടാ. അത് ജമ്മുന്ന് സോണങ്മാർഗ് വരെ കിടിലൻ റോഡായിരിക്കോട്ടെ ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. ജമ്മുവിൽ നല്ല കിടിലനായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടണൽ കുറേ വന്നിട്ടുണ്ട്. ഇവിടെയും ടണൽ പണിയാണ്. അതിലും കുറച്ച് വർഷമൊക്കെ കഴിയുമ്പോൾ കിടിലൻ റൂട്ടായിരിക്കും. പൊന്നു കായ് സമ നേരെ നോക്കിയാണ് വണ്ടി ഓടിച്ച് ശ്രദ്ധിച്ച് പോണത്. പക്ഷേ ഈ വ്യൂ ഒക്കെ കണ്ട എങ്ങനെ തിരിഞ്ഞ് നോക്കാതിരിക്കും. ഓ പൊളി. എന്താ വ്യൂ മോനെ, ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു വ്യൂ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതിൻ്റെ ടപ്പിളായിരിക്കോട്ടാ. ഇനി തന്നെ എപ്പിസോഡുകളൊക്കെ വളരെ പൊളിയും മൂടായിരിക്കും. അത് നമ്മ ഓൾമോസ്റ്റ് സോൺമാർഗ് എത്തിയട്ടാ. നമ്മ ആ വഴിയാണ് വന്നത്. യൂ ടേൺ എടുത്തത് സോൺമാർഗ് സിറ്റിയിലോട്ട് പോണേ. ഇവിടെ റൂം തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല പോലെ ടൂറിസ്റ്റുകാരുണ്ട്. മഴ പെയ്യണല്ല. രക്ഷയില്ലാത്ത തണുപ്പാണ്ടാ, കൈ വറക്കണേ. മഴ വീണത് നൈസായിട്ട് ഗോപ്രോ എടുത്ത് വെക്കട്ടെ കേട്ടാ. കിടിലം വ്യൂ. ഓ പൊളി. അതേസപ്പോൾ അതെ ഇതാണ്ട സോണങ്മാർഗ് ടൗണ്. നമുക്ക് ഇവിടെ ചെന്ന് റൂമൊന്ന് സെറ്റ് ചെയ്യണം. റൂമിനൊക്കെ ഇനി ഇവിടെ എത്ര പറയാമെന്നാവും. ഓ സ്നോ എടുക്കണോക്കെ. റൂം എടുത്തത് ചായ കുടിക്കാനും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. ചെറിയൊരു കുടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സോണമാർഗ്, അതായത് ജമ്മു കാശ്മീരിലെ ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ നാളെ നേരെ ലഡാക്കിലേക്ക് പോകും. അതുപോലെ തന്നെ തണുത്ത് വിറച്ചാണ്ട വണ്ടി ഓടിക്കണത്. 4 ഡിഗ്രി 2 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. തൊണ്ടയ്ക്ക് ചെറിയ പണി കിട്ടിയാണ്ട് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ലിപ് ബാം നല്ലപോലെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലിപ്പ് നമ്മുടെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്.
നമ്മൾ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജമ്മുവിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം എടുക്കേണ്ടത് ഒരു സിം കാർഡാണ് കേട്ടോ ഇവിടുത്തെ. അത് ഇവിടെ നിന്ന് എടുത്താലേ നമുക്ക് ഇവിടെ സിമ്മും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നെറ്റും കോളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ സോനമാർഗ് എത്തി, റൂം എടുത്തായിരുന്നു. ഒരു 4 മണി 5 മണി ടൈമിന് റൂമിൽ കയറിയായിരുന്നു. ഇപ്പോൾ മഴയായിരുന്നു, അത് കാരണം പുറത്തോട്ട് ഇറങ്ങിയില്ല. ഇപ്പം മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ട്. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. അതുപോലെ നല്ല തണുപ്പുണ്ട്. 2 ഡിഗ്രിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ വെതറിൽ ഫോണിൽ ആപ്പിൽ 2 ഡിഗ്രിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. വായനൊക്കെ പുക പോകുന്നുണ്ട് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും. തണുപ്പ് ഒരു രക്ഷയില്ല. ജോയ്സ എങ്ങനെയുണ്ട് സ്ഥലവും തണുപ്പും? രക്ഷയില്ല. ആദ്യമായിട്ടല്ലേ? ഓ മല നോക്കേ, മലനിരകളിലും നിറച്ച് മഞ്ഞാണ്ടാ. അതായത് ഇവിടെയൊക്കെ മഞ്ഞാണ്. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നത് വരെ മഞ്ഞാണ്ടാ. അതെ ഈ വെള്ള കളറിൽ കാണാതെ മഞ്ഞാണ്, അഴുക്കുപിടിച്ച് കിടക്കണേന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ വണ്ടിയായിട്ട് ഇറങ്ങി ഒന്ന് ഫുഡ് അടിക്കണം. ഗ്രീൻ ടൗൺ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് സോണൽമാർഗ്. അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തൊക്കെയുള്ളതെന്ന് ഉള്ളിൽ ചെന്ന് നോക്കിയിട്ട് പറയാം. ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. എള്ളയിൽ റേറ്റ് കുറവ് ഇതാണ് കേട്ടോ. പിന്നെ സെപ്പറേറ്റ് കറി വാങ്ങണം, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണി ഹാഫാണ്, ഹാഫിന് 150 രൂപ. അങ്ങനെ 2 ചിക്കൻ ബിരിയാണി ഹാഫ് വീതം പറഞ്ഞു. കണ്ടിട്ടൊക്കെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കട്ടെ. നല്ല ചൂടൊക്കെ ഉണ്ട്, പക്ഷേ തണുപ്പൊക്കെ ആ ചൂടൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി എന്ന് പറയാനില്ല. വിശന്നൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് പോലെയൊക്കെ തോന്നുന്നു. നിറച്ച് മസാലയാണ്. പിന്നെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ആ ഫുഡല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കാശ്മീരി ഫുഡുണ്ട്, കാശ്മീരി ബിരിയാണി. നൈസാണ് കേട്ടോ. പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ കഴിച്ച് തീർത്ത് റൂമിൽ പോകാം അങ്ങോട്ടെ. അതുപോലെ തന്നെ സമയം 7:15 ഇരുട്ടിയിട്ടില്ല, വെളിച്ചം പോയിട്ടില്ല. ആ സമയം നമ്മൾ വൈകിട്ടൊക്കെ നമ്മൾ സോണൽമാർഗ് എത്തിയേട്ടാ. നമ്മളൊരു റൂം എടുത്ത് ഇവിടെ നിന്ന് ഇതിന് നമുക്ക് 2000 രൂപ അവർ ചാർജ് ചെയ്ത്. ആദ്യം 4000 3500 പറഞ്ഞെങ്കിലും റൈഡേഴ്സ് ആണെന്നും പറഞ്ഞ് അവർ ഡിസ്കൗണ്ടൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്ന് 2000 രൂപക്ക്. നല്ല കിട്ടില്ല റൂമാണ് കേട്ടോ. വാട്ടർ ഹീറ്റർ ഉണ്ട്, TV ഉണ്ട്, എല്ലാ സംവിധാനമുള്ള. അതുപോലെ ഇത് കണ്ട എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഹൈ ഓണാക്കി, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ഫൂട്ട് മാത്രമുണ്ട്. അത് കാലിന് കിട്ടാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ചൂടാവട്ടോ. ഇവിടെ ഓരോരോ ബോക്സ് എന്തോ സംഭവം ഉണ്ട് ചൂടാക്കാനായിട്ടുള്ള, ഹീറ്റർ പോലത്തെ. അപ്പം അത് നമുക്ക് ചൂടാവും. രാത്രി കിടക്കാനൊക്കെ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ -2 ഡിഗ്രി ആയിട്ടാ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. -2 ഡിഗ്രിയാണ് സോണൽമാർഗ്. ഇപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോണൽമാർഗ് എത്തി. നല്ല കിടില റൂട്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് മഞ്ഞൊക്കെ കണ്ട് അങ്ങനെ മഞ്ഞ് തൊട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്ത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ സോണൽമാർഗ്. നമ്മൾ ഇനി നാളെ സോസില പാസ് വഴി ലഡാക്ക് പിടിക്കാൻ പോണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കിടിലൻ എപ്പിസോഡായിട്ട് ലഡാക്കിലേക്ക് എത്താം.